ദേ ഉള്ളത് പറയാമല്ലോ കൊച്ചമ്മേ. ഇവിടുത്തെ അടുക്കളയിൽ ഒറ്റയ്ക്ക് ഇന്ന് ജോലി ചെയ്യാൻ എനിക്ക് പേടിയാ. അടുപ്പത്ത് ഇറച്ചി തിളച്ചോണ്ടിരുന്നപ്പോ ജനവാതുക്കൽ 2 കണ്ണുകൾ അതെന്നെ തന്നെ തുറച്ചു നോക്കി. ആ എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി, ദേ എന്റെ ശരീരം അടി മുതൽ മുടി വരെ ഇങ്ങനെ വിറച്ചു. പരദൈവങ്ങളൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വരുന്നത് വരട്ടെ എന്ന ധൈര്യത്തോടെ ടോർച്ചെടുത്ത് ഞാൻ ആ കണ്ണുകളിലേക്ക് തെളിച്ചു. നോക്കിയപ്പോ ആരാ? നമ്മുടെ കാടൻ പൂച്ച. എന്നാലും ഈ ശങ്കരിക്ക് പേടിയാ. പൂച്ചയുടെ വേഷത്തിൽ നടക്കുന്ന ചില ഒടിയന്മാരുണ്ട്. അവരുടെ ഞാൻ മുമ്പ് ചെന്ന് പെട്ടാ എന്റെ മാനം പോവും. താനൊന്നും കഴിച്ചില്ലേ? അതെന്തോന്ന് ചോദ്യമാ കൊച്ചമ്മ. വീട്ടുകാര് കഴിച്ചു കഴിഞ്ഞാലല്ലേ വേലക്കാര് കഴിക്കൂ. ഞാൻ അങ്ങനെ ശീലിച്ചിട്ടുള്ളൂ. ഇവിടെ വീട്ടുകാരായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. താൻ പോയി കഴിച്ചോ. അയ്യോ, അപ്പൊ അദ്ദേഹം വരണ്ടേ? അയാൾ എന്റെ ആരുമല്ല. അയാൾക്ക് വേണ്ടി കാത്തിരിക്കും വേണ്ട. ആഹാ, ദേവി ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയോ? എന്നെയും കാത്തിരിക്കായിരിക്കും എന്ന് വിചാരിച്ച് ഓടിപ്പടഞ്ഞു വരികയായിരുന്നു. ഏതായാലും കഴിച്ചോളെ. ശങ്കരൻകുട്ടി. ശങ്കരി. ആ ശങ്കരി. വിളമ്പിക്കോ. മതിയാക്കിയോ? ഭർത്താവിന്റെ കൂടെ ഇരുന്ന് അല്പമെങ്കിലും കഴിക്കണ്ടേ? മര്യാദയ്ക്ക് വേണ്ടിയെങ്കിലും. ഭർത്താവ് പഴയ സ്വഭാവം തന്നെ. ഒരു കാര്യം പറയാൻ തുടങ്ങിയാൽ അപ്പൊ പിണങ്ങും. കഷ്ടം. സ്നേഹം കൊണ്ടാ സാറേ. ഞാനും അങ്ങനെയാ. കൂടുതൽ സ്നേഹമുള്ളവരോട് ചിലപ്പോ വെറുതെ പിണങ്ങാൻ തോന്നും. ഞാനും സ്മഗ്ലർ കാതർക്കായും കൂടി ദിവസവും പിണങ്ങും. അതുപോലെ ഇണങ്ങും. ഓ സാറേ, ഒരു കാര്യം ചോദിച്ചാ സാർ ദേഷ്യപ്പെടുവോ? എന്താ? കൊച്ചമ്മ പറയുന്നു കൊച്ചമ്മയുടെ ഭർത്താവ് മരിച്ചുപോയെന്ന്. സാറാണെങ്കിൽ പച്ച ജീവനുടെ മുമ്പിൽ ഇരിക്കുകയും ചെയ്യണം. എന്താ ഇതിന്റെ ഒരു ട്രിക്ക്? കൊച്ചമ്മ പറഞ്ഞത് ശരിയാണ്. ഞാൻ മരിച്ചുപോയി. മരിച്ചെന്ന് സ്വർഗത്തിൽ ചെന്നപ്പോ യമൻ എന്നോട് പറഞ്ഞു. യമനെ അറിയാമല്ലോ? അയ്യോ, ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ഡോ കാലൻ. ആ, ഈ ചാവാൻ നേരത്ത് പാശവുമായി പോത്തിന്റെ പുറത്ത്. ആ അത് തന്നെ. അദ്ദേഹം എന്നോട് പറഞ്ഞു അവിടെ ചെല്ലാൻ സമയമായിട്ടില്ല. പിന്നെ മെനക്കെട്ട് പോയതല്ലേ എന്ന് കരുതി ഒരു 5 വർഷം അവിടെ താമസിച്ചു. പോരണമെന്ന് തോന്നിയപ്പോ ഇങ്ങോട്ട് പോന്നു. എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി. അയ്യോ എന്റെ അമ്മേ. എന്തൊരു മാറ്റമാണ് ഇവിടെ. എസ്റ്റേറ്റ് ജോലിക്കാർക്ക് മിക്കവർക്കും എന്നെ മനസ്സിലായി. കുറെ പഴയ ആൾക്കാരുണ്ട്, അവർക്ക് മാത്രം മനസ്സിലായി. അവരോട് സംസാരിച്ചിരുന്നുകൊണ്ട് സമയം പോയറിഞ്ഞില്ല. പിണക്കം മാറിയില്ലേ? നീ ഞാൻ പറയുന്നത് വിശ്വസിക്കുക. കത്തയക്കാൻ കഴിയാത്ത ഒരു ചുറ്റുപാടിലായിരുന്നു ഞാൻ. അത് പോട്ടെ, ഞാനിങ്ങ് എത്തിയല്ലോ. നീ ഇപ്പോഴും പഴയതുപോലെ സുന്ദരിയായിരിക്കും. പുറത്തു പോകാൻ നീ എന്താ പറയുന്നേ? ഭാര്യയും ഭർത്താവും ഒരു മുറിയിലല്ലേ കിടക്കുക? ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. നീ പോലീസിനെ വിളിക്കൂല്ലേ? കൊള്ളാം. വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വരുന്ന ഭർത്താവിന് നീ തരുന്ന സ്വീകരണം കൊള്ളാം. ഏതായാലും ഞാൻ ഇന്ന് നിന്റെ കൂടെ ഈ കട്ടിയിൽ കിടക്കും. നല്ല കൈ ഇതിനുള്ളതാണ്. ജസ്റ്റ് മിനിറ്റ്. സാറിനെ അങ്ങോട്ട് കേറ്റിയില്ല അല്ലേ? എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി. ഇങ്ങനെയുണ്ടോ ഭാര്യമാര്? താൻ എന്തിനാ ഇവിടെ ചെവി കൊടുത്തുന്നത്? ഞാൻ ജോലി കഴിഞ്ഞപ്പോ വെറുതെ ഇങ്ങനെ. തന്നോട് പറയുന്ന ജോലി ചെയ്താൽ മതി. വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട കേട്ടോ. അല്ലേ, ഈ പാതിരായ്ക്ക് ഇങ്ങനെ എങ്ങോട്ടാ ഇറങ്ങിപ്പോണത്? എന്റെ മണ്ടയ്ക്കാട്ട് ഭഗവതി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല.
ഞങ്ങൾക്കൊരു ദിവസം പോലും കാണാതിരിക്കാൻ വയ്യാതെയായി. ഞാൻ വേണുവേട്ടൻ്റെതും വേണുവേട്ടൻ എന്റേതുമായിരുന്നു. ഞങ്ങൾ വളരെയേറെ അടുത്തു. അടുപ്പം. കരയാതിരിക്കൂ. എന്നിട്ടെന്തുണ്ടായി? ഞാൻ ഗർഭിണിയായി. വേണുവായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. വേറെ വല്ലവരുമായിരുന്നെങ്കിൽ ഇങ്ങനൊരു മകൾ എനിക്കില്ല എന്ന് ഞാൻ കരുതുമായിരുന്നു. ഏതായാലും ഇനി താമസിപ്പിക്കണ്ട. കഴിയും വേഗം നിങ്ങളുടെ വിവാഹം നടത്താം. വേണുവിനെ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറയും. ദേവിയാണ്. ഞാൻ അച്ഛനോട് എല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം പറഞ്ഞു. നമുക്കൊരു കുഞ്ഞുണ്ടാൻ പോകുന്നെന്ന് കേട്ടപ്പോൾ അച്ഛൻ ആദ്യം ദേഷ്യപ്പെട്ടു. പിന്നെ വേണുവേട്ടനാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് സമ്മതിച്ചത്. ആശ്വാസമായി. അച്ഛൻ എന്ത് പറയുമെന്നറിയാതെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ പ്രശ്നം തീർന്നില്ലേ? അച്ഛൻ വേണുവേട്ടനെ കാണാൻ കാത്തിരിക്കാണ്. വിവാഹത്തെ പറ്റി പറയാൻ. ഞാനിത് പുറപ്പെടുകയാണ്. ബാക്കിയെല്ലാം നേരിട്ട് പറയാം. जग में चले भवन की जाप. ഇത് എന്റെ ഭാര്യ മിസ്സിസ് ദേവി. കല്യാണത്തിന് മുമ്പേ പിഴച്ചു പറ്റുന്നുണ്ടാവാം. കല്യാണത്തിന് ശേഷം ഭർത്താവിന് ബെഡ്റൂമിൽ കിടത്താറില്ല. ദേവി, ഇത് മിസ് ലതിക, എന്റെ ഫ്രണ്ട്. ഗുഡ് നൈറ്റ്. ദേവി, വരൂ. Why don't you join us? Come on, have a drink. Just for company's sake. ഇല്ല, ഇനി ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വത്തുക്കൾ മുഴുവനും നശിപ്പിക്കാനാണ് നിങ്ങൾ നോക്കുന്നത്. അതെന്റെ സുഖത്തിന് വേണ്ടി. പിഴച്ചു പറ്റുന്നതിന്റെ മാനരക്ഷിച്ചതിന്റെ കൂലിയാണെന്ന് കരുതിക്കൂ. കുറെ കഴിയുമ്പോൾ അഡ്വക്കേറ്റ് ഇവിടെ വരും. എസ്റ്റേറ്റിന്റെ ഒരു ഭാഗം എന്റെ പേരിൽ എഴുതി വെച്ചില്ലെങ്കിൽ പിന്നെ നീ ജീവിച്ചിരുന്നെന്ന് വരില്ല. ഒരു ദിവസം രാത്രി അനിയത്തി പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്ന ദിവസം അയാൾ കണക്കില്ലാതെ മദ്യപിച്ച് വീട്ടിൽ വന്ന് കയറി. നീ എപ്പോ വന്നടി? കാലത്ത്. പരീക്ഷയെല്ലാം കഴിഞ്ഞോ? ഗുഡ്. നീ ഇനി പഠിക്കാനൊന്നും പോണ്ട. ചേച്ചിക്ക് കൂട്ടായി ഇവിടെ കഴിഞ്ഞു. ഇന്ന് ലതിക ഫ്രീ അല്ല, മോളി ഫ്രീ അല്ല, ആരും ഫ്രീ അല്ല. ഇന്ന് ഞാൻ നിന്റെ കൂടെ കിടക്കും. പുറത്തു പോകാൻ ഇതുവരെ ഞാൻ ക്ഷമിച്ചു. ഇനിയും എന്നെ പരീക്ഷിച്ചാൽ നീ അനുഭവിക്കും. അനുഭവിച്ചോളാം. ആദ്യം മുറിന് പുറത്തിറങ്ങണം.
രാജി 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 അയ്യോ രാജി 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 എന്റെ ചേച്ചി, ഞാൻ നശിച്ചു. ഇന്നലെ രാത്രി രാജേട്ടൻ എന്റെ മുറിയിൽ കയറി വന്നു. ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. തൃപ്തിയായില്ലേ? എന്നെ കൂടി കൊല്ലേ. എന്റെ കുഞ്ഞിനെ നിങ്ങൾ എടുത്തോണ്ട് പോയി. എനിക്ക് ആകുണ്ടായിരുന്ന അനിയത്തെ നശിപ്പിച്ചു കൊന്നു. എന്നെ ആയിട്ട് എന്തിനു ബാക്കി വയ്ക്കുന്നു? ഇനി നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. പറയൂ, എന്റെ കുഞ്ഞെവിടെ? എന്റെ കുഞ്ഞെവിടെ? പറയാം. നിന്റെ കുഞ്ഞിനെ ഒളിച്ചു വെച്ച് ഭയപ്പെടുത്തി നിന്നെ വിവാഹം കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ കൊണ്ടുപോരുന്ന വഴിക്ക് തന്നെ ആ കുട്ടി മരിച്ചുപോയി. നിങ്ങൾ കള്ളം പറയാണ്. എന്റെ കുഞ്ഞിനെ നിങ്ങൾ മനഃപൂർവ്വം കൊന്നതാണ്.